ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് അവിടെ മംഗലാപുരം വരെ പോവാട്ടോ. വേറൊന്നിനല്ല, എൻ്റെ ഒരു കസിനെ കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആട്ടോ ട്രെയിനിൽ പോകുന്നത്. സത്യം ട്രെയിനിൽ അറിയത്തില്ല എങ്ങനെയാണ് ട്രെയിനിൽ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇത് പോവാതിരിക്കാനും പറ്റില്ല. ചേട്ടൻ്റെ കല്യാണം എന്ന് പറഞ്ഞല്ലോ, അപ്പം കസിനെ കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ബസ്സിൽ പോണ പോലെയല്ല, ട്രെയിന് നമ്മളങ്ങനെ പോവാറില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനുകളുണ്ട്. പിന്നെ എനിക്കൊരു ഐഫോൺ കിട്ടി ഗൈസ്. അപ്പം ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഗൈസ്. വലിയ ഇപ്പോഴത്തെ മോഡലൊന്നും അല്ല, ഐഫോൺ 8 മോഡലാട്ടോ. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ പറയുക, എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയും, എടി വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ്. അപ്പം ഞാൻ വീഡിയോസ് ചെയ്യണ്ട, നിർത്താം എന്നുള്ള സെറ്റപ്പിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്. കുറച്ച് ക്ലാരിറ്റിയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പം ഞാനിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറെ കസിൻ ഷിനു, അവൻ എനിക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞു ഒക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഫോൺ കിട്ടുന്നത് കേട്ടോ. കൊച്ചുകളെ കാണിച്ചമ്മ അമ്മു. ഗൈസ്, നമ്മുടെ ട്രെയിൻ എത്താറായിട്ടുണ്ട്. നല്ല ആളായിട്ടുണ്ട്, ഓടിപ്പോയി കയറണം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫാക്കിയിട്ട് പോയത്. അപ്പം ഇപ്പം കയറുന്ന വരെയുള്ളൂ ടെൻഷൻ. കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കാരണം സീറ്റ് എവിടെയാണെന്ന് അറിയാത്തതും അതൊക്കെ ഒരു പേടി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എന്താ, ഇപ്പം എന്താ ട്രെയിൻ നിർത്തിയിട്ടിപ്പം എന്താണെന്നറിയത്തില്ല. പിന്നെ വേറെ ആപ്പ് നോക്കി കുറച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ട്രെയിൻ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരിക്കട്ടെ. അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ പോവാം. ബൈ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം നല്ലതായിരുന്നു. ദിവസം നല്ലതായിരുന്നു. കറി അടച്ചിട്ടേക്കല്ലേ വീഴുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 2:30. ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അവിടെ എല്ലാവരും നല്ല ഉറക്കം, എല്ലാവരും ഭയങ്കര ഉറക്കം കേട്ടോ. കുറച്ച് ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് അമ്മേ പേട്ടായി നല്ല മടുപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ടോയ്ലറ്റ് കാരണം എനിക്ക് സ്മെല്ല് അയ്യേ അതല്ല വേണം. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല. അപ്പം എനിക്ക് കുറച്ചും കൂടെ ആ സൈഡ് സീറ്റ് വേണമെന്നുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ഇപ്പം എവിടെ എത്തിയെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അപ്പം അവിടെ ഇരുന്നു. എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല, നല്ല ബോറടിയായിരുന്നു. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്കെന്തോ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങണ കാണുമ്പോഴും കൊതിയാവുമായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. എൻ്റെ എപ്പോഴോ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണൂർ എത്തിയിട്ടോ. ഈ അമ്മേനെ കണ്ടോ, ഈ അമ്മയാട്ടോ എനിക്ക് നേരം വെളുത്തിട്ട് നല്ല കമ്പനി വന്നത്. അമ്മ മഞ്ചേശ്വരത്ത് ഇറങ്ങണമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഈ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അതൊന്ന് ഇറക്കി വെച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ. അപ്പം അമ്മയ്ക്ക് അതൊക്കെ ഇറക്കി വെച്ചു. അമ്മയുടെ മോള് വന്നു. അപ്പോൾ അങ്ങനെ അമ്മ പോവാ കേട്ടോ. നല്ലൊരു കമ്പനിയായിരുന്നു അമ്മ. ഒരുപാട് സംസാരിച്ചു. ഏകദേശം കുറേ കണ്ടപ്പോൾ നല്ല സമാധാനമായി ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെത്തിയ മംഗലാപുരം എത്താറായെന്ന് എനിക്ക് ഏകദേശം അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി അവിടെ എത്തി. എനിക്ക് എന്താ പറയുക, 12 മണിക്കൂർ ഞാൻ ഈ
ട്രെയിനിൽ ചിലവഴിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. സത്യം പറഞ്ഞാൽ ട്രെയിനിലൊക്കെ ഇത്രയും സമയം വേസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു ലഗേജ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഫുഡ് കഴിക്കണമായിരുന്നു. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 6:30 ഫുഡ് കഴിച്ച കേസ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം ട്രെയിനിൽ നിന്നൊന്നും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അത് വേറെ കാര്യം, കുറേ വെള്ളം കുടിച്ചു, അത് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പത്തെ വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ അവിടെ കയറി ഫുഡ് കഴിച്ചു. ആദ്യം തന്നെ ഒരു പച്ചവെള്ളം കുടിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസമായിരുന്നു. ഞാനൊരു മസാല ദോശയായിട്ട് കഴിച്ചത്. ഇനി ഇവിടുന്ന് ബസ്സിന് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ആരുമില്ല. എനിക്ക് ആദ്യമൊക്കെ പേടി കേട്ടോ, എന്താകുമെന്ന് ഓർത്ത്. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു സ്പ്രൈറ്റൊക്കെ കുടിച്ചു. എൻ്റെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നെഞ്ചരിച്ചിലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇരുന്ന സൈഡിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ നല്ല ബസ്സിൽ ഞാൻ ഉറങ്ങിപ്പോയി, എന്താണെന്നറിയില്ല. പിന്നെ ഈ ഓണടി സഹിക്കാൻ പറ്റാത്ത ഓണടിയായിരുന്നു. കണ്ണു തുറന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ. അപ്പോൾ ഇതെൻ്റെ അനിയത്തി ഞാൻ വന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കൊരു പണി തന്നാ കേട്ടോ, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി. അപ്പം അവളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ എന്നോട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്താ കേട്ടോ. നമ്മുടെ അവിടെ വെച്ച് നോക്കുമ്പം നല്ല വെയിലൊക്കെയാണ്, ഒട്ടും സഹിക്കാൻ പറ്റാതെ. അവിടെയാണ് ഹോസ്റ്റൽ. അപ്പോൾ ഗൈസ്, ഇതാട്ടോ ഹോസ്റ്റൽ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് അവളെ കാണാൻ വേണ്ടി. പക്ഷേ അവളിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു വികാരം ഇല്ലാത്തൊരു ജീവി കേട്ടോ. പിന്നെ വിസിറ്റേഴ്സ് ഡയറിയിലൊക്കെ ഞാനൊന്ന് പേരൊക്കെ എഴുതി ഉപ്പൊക്കെ വെച്ചു. ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തള്ള വൈബ്, ഞാൻ ഭയങ്കര തള്ളയായി പോയെന്ന് എനിക്ക് തോന്നി കേട്ടോ. എന്താ ഒരു പേരൻ്റൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറായിരുന്നു എന്ന്. ഇതാട്ടോ നമ്മുടെ കൊച്ച് സോജിയ മോള്. ആ ഞെട്ടൽ വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ കണ്ടിട്ടുള്ള ഞെട്ടലാട്ടോ. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് ഉണ്ട്. ഇതായിട്ട് കൂട്ടുകാരികൾ ഒരാളും കൂടെ ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവരുടെ റൂമിൽ കയറി, ചുളുവിൽ കയറിയതാട്ടോ. അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ റൂമിൽ കയറി. ഇത് സൂചിയമ്മോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇവിടുത്തെ റൗഡിയാണോ വരുന്ന വരവൊക്കെ കണ്ടു. അപ്പോൾ ചിരിക്കുകയാണ്. അപ്പം ഇവർക്ക് നമ്മൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും മീൻകറിയും കഴിക്കാൻ കൊതിയാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൻറ്റി ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു വ്യഗ്രത കണ്ടപ്പോൾ, എന്താ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർ ശരിക്കും അവർക്ക് വീട്ടിലെ ഫുഡൊക്കെ ശരിക്കും മിസ് ചെയ്യുമല്ലോ. എനിക്കിത് കണ്ടപ്പം എങ്ങനെയും പുറത്തെ ഫുഡ് കഴിച്ചാൽ മതി എന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു കപ്പ വറുത്തതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊതി കാണട്ടെ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയണം കേട്ടോ. പറഞ്ഞോ. വാവ് വെക്കണം കേട്ടോ. കാണുന്നില്ല. അയ്യോ, ഒന്നും കൂടെ അറിയോ, വീഡിയോ ഓണായില്ല. ഓക്കെ, ഡൺ 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 കണ്ടു. ഗൈസ്, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സത്യമായിട്ടും പറഞ്ഞാൽ നന്നായിട്ട് ഉറക്കമൊക്കെ വന്നു. നല്ല ഉറക്കമായിരുന്നു പിന്നീടുള്ള സമയങ്ങൾ. കാരണം അവളും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.